എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അതിപ്രശസ്തമായ ചടങ്ങാണ് ഇളനീർ വെപ്പ്. ഇളനീർ വെപ്പും ഇളനീർ തണ്ടയന്മാരുടെയും കാഴ്ചകളാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് 2 എപ്പിസോഡായാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്, കാരണം ലെങ്ത് ഒരുപാടുണ്ട്. ഇത് രാവിലെ മുതൽ രാത്രിയിൽ ഇളനീർ വെപ്പ് ചടങ്ങ് വരെയുള്ള കാഴ്ചകൾ 2 ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. പോകാം നമുക്ക് വീഡിയോയിൽ. കൊട്ടിയൂർ ഇളനീർ വെപ്പ് ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും സമർപ്പണം. കൊട്ടിയൂർ യാഗഭൂമിയിൽ സ്വയംഭൂശിലയിൽ അഭിഷേകം ചെയ്യുന്നതിനായി വ്രതനിഷ്ഠയോടെ ഇളനീരുകൾ ശേഖരിച്ച് കാവുകളാക്കി തിരുവഞ്ചിറയിൽ സമർപ്പിക്കുന്നു. അതിപ്രധാനമായ ചടങ്ങാണ് ഇളനീർ വെപ്പ്. മലബാറിലെ തീയ സമുദായത്തിനാണ് അഭിഷേകത്തിനുള്ള ഇളനീരുകൾ കൊട്ടിയൂരിലേക്ക് എത്തിക്കാനുള്ള പാരമ്പര്യ അവകാശമുള്ളത്. ഇരുവട്ടി 1000 തണ്ടയാൻ ആണ് ഈ ഇളനീർ വെപ്പിൻ്റെ ജന്മസ്ഥാനികൻ. മേക്കിലേരി, കുറ്റ്യാടി, മുടിശ്ശേരി തണ്ടയന്മാർ മുടക്കത്തണ്ടയന്മാരായി കൊട്ടിയൂരിലെത്തും. വിഷുക്കാലം മുതൽ ആരംഭിക്കുന്ന അതികഠിനമായ വ്രതശുദ്ധിയോടെ മനസ്സും ശരീരവും പോരായ്മകൾക്കായി പാകപ്പെടുത്തിയെടുത്താണ് ഭക്തർ ഇളനീർക്കാവുമായി കൊട്ടിയൂരിലേക്ക് യാത്രയാവുന്നത്. ജന്മസ്ഥാനികൻ ഒഴികെയുള്ള മറ്റുള്ളവരെല്ലാം പ്രാർത്ഥനക്കാർ അഥവാ വ്രതക്കാർ എന്നറിയപ്പെടുന്നു. 140ഓളം കഞ്ഞിപ്പുരകളിൽ താമസിച്ച് വ്രതം നോൽക്കുന്ന ഇവർ ഇളനീർ വെപ്പ് ദിവസത്തോടെ കൊട്ടിയൂരിൽ എത്തിച്ചേരുന്നു. എരുവട്ടി 1000 തണ്ടയാൻ്റെ സംഘത്തോടൊപ്പം വീരഭദ്രൻ്റെ രൗദ്രകോലം ധരിച്ച അഞ്ഞൂറ്റാനും ചീനിവാദ്യവുമായി എരുവട്ടി 300 കുഴൽവിളിയുമായി ഇരുവട്ടി, കോട്ടയം വാക്കന്മാർ എന്നിവരും ഉണ്ടാവും. ഇളനീർ വെപ്പ് ദിവസമായ അഷ്ടമി നാളിൽ വ്രതക്കാർ ഇളനീർക്കാവുകളുമായി മണത്തണ ചപ്പാരം ക്ഷേത്രത്തിലെത്തി പരാശക്തിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയ ശേഷമേ കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയുള്ളൂ. കൊട്ടിയൂരിലെത്തുന്ന ഭക്തർ മന്നഞ്ചേരിയിൽ തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇളനീർക്കാവുകൾ ഇറക്കി വെച്ച് സമർപ്പണത്തിൻ്റെ പുണ്യമുഹൂർത്തത്തിനായി കാത്തിരിക്കും. കൊട്ടിയൂരിൽ സന്നിധിയിൽ പതിവിലും നേരത്തെ അത്താഴപൂജയും ശീവേലിയും പൂർത്തിയാക്കുന്നതോടെ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും. ഈ സമയം വീരഭദ്രൻ്റെ കോലം ധരിച്ച സ്ഥാനികൻ കിഴക്കേ നടയിൽ കൽപ്പടവുകളിൽ ഒറ്റക്കാലിൽ നിലയുറപ്പിക്കും. തുടർന്ന് കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ അമ്മാറക്കല്ലിനും അരയാൽ തറയ്ക്കും നടുവിലായി തട്ടുംപോളയും വിരിക്കണം. 4 വാഴപ്പോളകൾ ചതുരാകൃതിയിൽ നിരത്തി അതിൽ 3 മരവാഴ ഇലകൾ വിരിക്കുന്ന ചടങ്ങാണിത്. വിളക്കൻ സ്ഥാനികൻ ഇതിൽ ഒരു തിരി കത്തിച്ചു വെക്കുന്നതോടെ ഇളനീർ വെപ്പിന് തുടക്കമാവും. ദേഹം മുഴുവൻ നല്ലെണ്ണ തേച്ചു പിടിപ്പിച്ച് ബാവലിപ്പുഴയിൽ മുങ്ങി നിവർന്ന് അന്തരീക്ഷമാകെ ഓംകാരം മുഴക്കിക്കൊണ്ട് വ്രതക്കാർ ഇളനീർക്കാവുമായി തിരുവഞ്ചിറയിലേക്ക് പ്രവേശിക്കും. ഓരോരുത്തരായി തങ്ങളുടെ കാവുകൾ ഭഗവാന് സമർപ്പിക്കും. തുടർന്ന് കുടിപതികൾ സ്ഥാപിച്ച വെള്ളിക്ലാരത്തിൽ ഭക്തിപൂർവ്വം കാണിക്കയർപ്പിച്ച് കൽപ്പടവുകളിലെ വീരഭദ്രസ്വാമിയെ വണങ്ങി അവർ മന്നഞ്ചേരിയിലേക്ക് മടങ്ങുന്നു. മുഴുവൻ വ്രതക്കാരും ഇളനീർക്കാവുകൾ തിരുവഞ്ചിറയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒടുവിലാണ് സ്ഥാനികനായ എരുവട്ടി 1000 തണ്ടാൻ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന എണ്ണയും ഇളനീരും മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നത്. ഇതോടെ ഇളനീർ സമർപ്പണം അവസാനിപ്പിക്കുന്നു. പിറ്റേ ദിവസം ഇളനീറുകൾ ചെത്തിമിനുക്കി മുഖമണ്ഡപത്തിലേക്ക് കൈക്കോളന്മാർ മാറ്റുന്ന ചടങ്ങാണ്. അന്നാണ് ഇളനീർ അഭിഷേകം. മണ്ണും മഴയും കാട്ടാറുകളും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്താണ്. കാടിന്റെ വന്യതയിലും കാട്ടാറിന്റെ രൗദ്രതയിലും 28 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല, ഏതൊരു ശൈവവിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിന്റെ ചരിത്രവും. ഇതന്വേഷിച്ചു പോയാൽ എത്തി നിൽക്കുന്നതോ ദക്ഷന്റെ യാഗഭൂമിയിലും. ഒരിക്കൽ ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്രേ കൊട്ടിയൂർ. തന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി. ശിവനെയും സതിയെയും ഒഴികെ 14 ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു. പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി. എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ് ശിവൻ സതിയെ വിലക്കിയിരുന്നു.
അവിടെ ചെന്നാൽ സതിയെ അപമാനിക്കുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു വന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശിവന്റെ വാക്കുകളെ അവഗണിച്ച് പുറപ്പെട്ട സതീദേവി യാഗത്തിനെത്തി. എന്നാൽ പിതാവായ ദക്ഷൻ ഉൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സതി അവിടെയിരുന്നു. യാഗത്തിൽ ഹവിർഭാഗം തന്റെ ഭർത്താവായ പരമേശ്വരന് വെക്കാത്തത് ദേവി ചോദ്യം ചെയ്തു. ഇതിനെയും അവർ പരിഹസിക്കുകയാണുണ്ടായത്. യാഗത്തിനിടെ ശിവനെ അപമാനിക്കുന്നത് സഹിക്കവയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാഗാഗ്നിയിൽ ജീവനൊടുക്കി. ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവൻ കോപിഷ്ഠനായി. കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജട പറിച്ച് നിലത്തടിച്ചു. ഇതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ ജനിച്ചു. രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി. അവിടെ ആക്രമണം അഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിലുണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു. കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തെടുക്കുകയും ചെയ്തു. പിന്നീട് ശിവൻ താണ്ഡവ നൃത്തമാടിയ സമയത്ത് ദക്ഷന്റെ തല ചിന്നിച്ചിതറി പോകുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവീദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി. അവരുടെ അഭ്യർത്ഥന മാനിച്ച ശിവൻ ശാന്തമായി ദക്ഷനെ പുനർജീവിപ്പിച്ചു. തല ചിന്നിച്ചിതറിപ്പോയിരുന്നതിനാൽ ആടിന്റെ തല ചേർത്ത് വെച്ചാണ് ജീവൻ നൽകിയത്. പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു. ശിവന്റെ സാന്നിധ്യമായി കണ്ട് അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇതുതന്നെയാണ് വൈശാഖ മഹോത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യവും. യാഗം മുടങ്ങിയതിനെ തുടർന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഇടമായി കൊട്ടിയൂർ മാറി. കാലങ്ങൾ പോയപ്പോൾ ഇവിടം ഒരു കൊടുങ്കാടായി മാറുകയും ചെയ്തു. അതിനുശേഷം കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാസസ്ഥലമായി ഇത് മാറി. ഒരിക്കൽ അമ്പിന് മൂർച്ച കൂട്ടാനായി ഇവിടെ എത്തിയ കുറിച്യ യുവാവ് അവിടെ കണ്ട കല്ലിൽ അമ്പുരച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തം വന്നു എന്നാണ് വിശ്വാസം. ഇത് ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടി എന്നാണ് പറയുന്നത്. പിന്നീട് വൈശാഖ മഹോത്സവം ആരംഭിച്ചതും എല്ലാത്തിനും അതിന്റേതായ ചിട്ടകൾ ഉണ്ടാക്കി ക്രമീകരിച്ചതും ശങ്കരാചാര്യരാണെന്നാണ് മറ്റൊരു വിശ്വാസം. വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരിൽ അക്കരെ കൊട്ടിയൂർ എന്നും ഇക്കരെ കൊട്ടിയൂർ എന്നും പറഞ്ഞ് 2 ക്ഷേത്രങ്ങളാണുള്ളത്. വളപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ ഈ 2 ക്ഷേത്രങ്ങളെയും ചുറ്റിയാണ് ഒഴുകുന്നത്. ബാവലിപ്പുഴ കൊട്ടിയൂരിനെ 2ആയി മുറിക്കുന്നു എന്നും പറയാം. പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്കു ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. അക്കരെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നിടത്തോളം സമയം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഉണ്ടാവില്ല. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ മനുഷ്യരുടെ ഉത്സവമെന്നും ദേവന്മാരുടെ ഉത്സവമെന്നും പറഞ്ഞ് 2ആയി തിരിച്ചിട്ടുണ്ട്. ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം. വിചിത്രമായ പല ആചാരങ്ങളും പിന്തുടരുന്ന കൊട്ടിയൂരിലെ ഉത്സവ സമയത്തെ പൂജകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതൊരിക്കലും പൂർത്തിയാകാറില്ല. 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം അവസാനിക്കുമ്പോഴേക്കും പൂജകൾ മുഴുവനായും തീരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ കൊല്ലവും ബാക്കിയായ പൂജകളിൽ നിന്നാണ് തുടർന്നുള്ള വർഷങ്ങളിലെ ഉത്സവം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തർ വൈശാഖ മഹോത്സവത്തിന്റെ കാലത്ത് ഇവിടെ എത്താറുണ്ട്. മലയാളികളെ കൂടാതെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തുന്നു. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും അധികം ഭക്തരെത്തുന്ന ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ. മഴക്കാലത്താണ് എല്ലായ്പ്പോഴും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഇതല്ല എങ്കിൽ ഉത്സവമായാൽ മഴ എത്തിയിരിക്കുമെന്നാണ് പറയുന്നത്. പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇതുമാത്രമാണ്. നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുകയെന്നതിനേക്കാൾ യാഗമെന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളും എല്ലാം തന്നെയും. പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും 7 അംഗങ്ങളും 4 ഉപാംഗങ്ങളുമാണുള്ളത്. കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട്. പ്രക്കൂഴം, നീരെഴുന്നള്ളത്ത്, ഭണ്ഡാരമെഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലംവരവ്, കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ. തിരുവോണം, രേവതി, അഷ്ടമി, രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണ് നടക്കുന്നത്. ഈ ആരാധനകളാണ് അറിയപ്പെടുന്നത് ഉപാംഗങ്ങളെന്ന്. വിശാഖനാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുൻപും മകന്നാൾ ഉച്ച ശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. വൈശാഖ മഹോത്സവവേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷയാഗ ചരിത്രവുമായി ബന്ധമുണ്ട്. ശിവന്റെ ജടയിൽ നിന്നും രൂപമെടുത്ത വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ദീക്ഷ പറിച്ചെറിഞ്ഞ ക്ഷേത്രമാണ് തലയെറുത്തത്. ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തിവിടുന്നു. ഈ ദീക്ഷയാണ് ഓടപ്പൂക്കൾ എന്നാണ് വിശ്വാസം. പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്തായാണ് ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്ന കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും അക്കരെ കൊട്ടിയൂരിലേക്ക് 69 കിലോമീറ്ററാണ് ദൂരം. ഇരിട്ടിയിൽ നിന്നും 29 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും 59 കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്നും 71, പയ്യന്നൂരിൽ നിന്ന് 97 കിലോമീറ്ററും കൂത്തുപറമ്പിൽ നിന്ന് 45 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്.
ഏതൊരു ശിവഭക്തനും മാത്രമല്ല ഏതൊരു ഹിന്ദുമത വിശ്വാസിയും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കൊട്ടിയൂർ. ത്രിമൂർത്തികളും 33 ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമായിട്ടുള്ള കാര്യമാണ്. വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരിൽ അക്കരെ കൊട്ടിയൂർ എന്നും ഇക്കരെ കൊട്ടിയൂർ എന്നും പറഞ്ഞ് 2 ക്ഷേത്രങ്ങളാണുള്ളത്. വളപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ ഈ 2 ക്ഷേത്രങ്ങളെയും ചുറ്റിയാണ് ഒഴുകുന്നത്. ബാവലിപ്പുഴ കൊട്ടിയൂരിനെ 2ആയി മുറിക്കുന്നു എന്നും പറയാം. പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. അക്കരെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നിടത്തോളം സമയം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഉണ്ടാവില്ല. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ മനുഷ്യരുടെ ഉത്സവമെന്നും ദേവന്മാരുടെ ഉത്സവമെന്നും പറഞ്ഞ് 2ആയി തിരിച്ചിട്ടുണ്ട്. ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും, മകം മുതൽ ഭൂതഗണങ്ങളുടെ നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റായി എഴുതി അറിയിക്കാനും മറന്നു പോകരുത്.